കൊണ്ടുവരികയാണോ? അലി അക്ബർ ഷായുണ്ട് പുറത്തുനിന്ന് വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഇപ്പോൾ PC ജോർജ് പുറത്തേക്ക് ഇറങ്ങിയാണോ കോടതിയിൽ നിന്ന്? അഞ്ജന, കാണുന്നത് എന്താണ്? PC ജോർജ് പോലീസ് വാഹനത്തിലാണോ? PC ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുകയാണല്ലോ. അതെ, പോലീസ് വാഹനത്തിലാണ് PC ജോർജിനെ ചോദ്യം ചെയ്യാൻ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. വൈകിട്ട് 6 മണി വരെയാണ്. PC ജോർജുമായി പോലീസ് വാഹനം നീങ്ങുകയാണ്. അഞ്ജന, പറഞ്ഞോളൂ. PC ജോർജ് മാധ്യമങ്ങളോട് രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. മൈക്ക് തട്ടിമാറ്റിയിട്ടാണ് PC ജോർജ് വാഹനത്തിലേക്ക് കയറിയത്. മൈക്ക് കണ്ടാൽ എന്തും വിളിച്ചു പറയുന്ന PC ജോർജാണ് ഇപ്പോൾ മൈക്ക് തട്ടിമാറ്റി അകത്തേക്ക് കയറിയിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വൈകിട്ട് 6 മണി വരെയാണ്. 6 മണിക്ക് ശേഷം PC ജോർജിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ PC ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായിട്ടാണ് PC ജോർജിനെ കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ വന്നിട്ട് പറയാടാ. PC ജോർജിനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതീഷ് 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 സവനേട്ടാ. വിവരങ്ങളുമായി അലി അക്ബർ ഷാ. ഇപ്പോൾ PC ജോർജിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് വീട്ടിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അറസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് കോടതിയിൽ നിന്നും സ്മൃതി, ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിക്ക് നേരെ എതിർവശത്താണ് ഇവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രം, ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രമുള്ളത്. ഇവിടേക്കാണ് ഇപ്പോൾ PC ജോർജിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ഇറക്കിയ ഘട്ടത്തിൽ അദ്ദേഹത്തോട് നമ്മൾ ഈ പരാമർശത്തിൽ കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മൈക്ക് പിടിച്ച് വലിച്ചു മാറ്റാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴും നമ്മൾ അദ്ദേഹം നടത്തിയ പരാമർശത്തിൽ കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചു. വന്നിട്ട് പറയാമടാ എന്ന് പറഞ്ഞ് കയറി പോവുകയാണ് അദ്ദേഹം ചെയ്തത്. അത്തരത്തിൽ മാധ്യമങ്ങളോട് വളരെ രൂക്ഷമായി തന്നെയാണ് PC ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ് എന്ന നിലയിലുള്ള റിപ്പോർട്ട് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരാൻ വേണ്ടി ഏതെങ്കിലും നിലയിലുള്ള വൈദ്യ ചികിത്സ നിലവിലെ ഘട്ടത്തിൽ PC ജോർജിന് ആവശ്യമുണ്ടോ എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വരാൻ വേണ്ടി കൂടിയുള്ള വൈദ്യ പരിശോധനയാണ്. സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിലാണെങ്കിൽ കൂടി ആ നിലയിലുള്ള പരിശോധന കൂടി സ്വാഭാവികമായി നടത്തും. ഇതിനുശേഷം വൈകിട്ട് 6 മണി വരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് PC ജോർജിനെ കോടതി വിട്ടു നൽകിയിരിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷയിലെ അപാകത, പാളിച്ച, അതാണ് ഇത്തരത്തിലൊരു നടപടിക്ക് കാരണമായത് എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അത് നേരത്തെ ശ്യാം ദേവരാജ് വ്യക്തമാക്കിയതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്തല്ല PC ജോർജിനെ കോടതിയിൽ ഹാജരാക്കിയത്. PC ജോർജ് നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ രാവിലെ 11:05 ഹാജരാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയം രേഖപ്പെടുത്തുക, ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം കുറച്ചുകൂടി വ്യക്തമായ കൃത്യമായ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് നിലവിൽ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ വലിയ പോലീസ് സംഘമുണ്ട്. ഇപ്പോൾ നിലവിൽ ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ PC ജോർജിന്റെ മെഡിക്കൽ പരിശോധന പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ പരിശോധന പൂർത്തിയാക്കി